ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 7-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം, ശുഭദിന ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായമാണ്. ഇത് മനോഹരമായിരിക്കുന്നൊരു അധ്യായമാണ്. അപ്രതീക്ഷിതമായി ദൈവം കാര്യങ്ങളെ എങ്ങനെയാണ് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ചെറിയ കടുകുമണി വളർന്ന് പന്തലിച്ച് ഒരു വലിയ വൃക്ഷമാകുന്നത് എങ്ങനെയാണ് എന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ വ്യക്തിത്വങ്ങളുടെയും മഹത്തരമായ അനേക പ്രസ്ഥാനങ്ങളുടെയും ആരംഭം പലപ്പോഴും ചെറിയ നിലയിലായിരിക്കും. കർത്താവ് പറഞ്ഞ പല ഊഹങ്ങളും ഈ സത്യത്തെ സാധൂകരിക്കുന്നു. വളരെ ചെറിയ കടുകുമണി വളർന്ന് വലിയ മരമാകുന്നു. ലോകത്തിലെ സകല പക്ഷികളും അതിൻ്റെ കീഴിൽ വന്ന് കൂടുകെട്ടുന്നു. കടുകുമണി എത്ര വലിയതാകുമോ എന്നതല്ല വിഷയം. ദൈവത്തിൻ്റെ പരിപാടികൾ വളരെ ചെറിയ നിലയിൽ തുടങ്ങി അത് അസാധാരണമായ വളർച്ച നേടുന്നു എന്ന സത്യമാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത്തിരി പുളിപ്പ് ഒത്തിരി മാവിനെ പുളിപ്പിക്കുന്നത് പോലെ അഗണ്യമായത് അവഗണിക്കാനാവാത്ത സ്വാധീനത ഉള്ളതായിട്ട് തീരുന്നു. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ചരിത്രം അങ്ങനെയുള്ള ഒന്നാണ്. മക്കളില്ലാതെ മനം നൊന്ത് ഭർത്താവിനോട് പരാതി പറഞ്ഞ് ജീവിച്ച റാഹേൽ പെട്ടെന്ന് ഗർഭിണിയാകുന്നു. എന്തോ ഒരു സന്തോഷമായിരിക്കും. റാഹേൽ സന്തോഷമായതുപോലെ തന്നെ യാക്കോബിന് സന്തോഷമായി. ഇവിടെ ജോസഫിനെ പ്രസവിച്ചു. അസാധാരണമായ യാതൊന്നും ജോസഫിൻ്റെ ജനനത്തെങ്കിൽ ഉണ്ടായിരുന്നില്ല. ഒരു കടുകുമണി പോലെ മാത്രമേ യാക്കോബിൻ്റെ കുടുംബത്തിൽ ജോസഫ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വളരെ വേഗം ആ കടുകുമണി വളർന്നു എന്ന് ഞാൻ പറയട്ടെ. പിതാവ് അവന് ജ്യേഷ്ഠാവകാശം നൽകി. 2 ഗോത്രങ്ങൾക്ക് അവനെ അവകാശിയാക്കുകയും ചെയ്തു. ജോസഫിന് 2 മക്കൾക്ക് ഇസ്രയേലിലെ 10 മക്കളുടെ കൂടെ അവകാശം നൽകി. അങ്ങനെ 2 മക്കളെ യാക്കോബിൻ്റെ മക്കളെ പോലെ സ്വീകരിച്ചു. ദൈവം അവന് ജോസഫിന് വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങൾ നൽകി. അതേക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. ആ സ്വപ്നങ്ങളിൽ കൂടെ ദൈവം അവനോട് പറഞ്ഞത്, ഞാൻ നിന്നെ വലിയ ഒരാളാക്കും, നിന്നെ ഒരു വലിയ മനുഷ്യനാക്കും, മറ്റുള്ള നിൻ്റെ മക്കൾ പോലും നിൻ്റെ സഹോദരന്മാരും പിതാവും മാതാവും പോലും നിന്നെ നമസ്കരിക്കത്തക്കതായിരിക്കുന്ന നിലവാരത്തിൽ നിന്നെ ഉയർത്തുമെന്നാണ്. 20 വെള്ളിക്കാശിന് മാത്രം വിൽക്കപ്പെട്ടതായിരിക്കുന്ന ജോസഫ് ഒടുവിൽ മിസ്രൈമിൻ്റെ ഭരണാധികാരിയായി മാറി. നമുക്കറിയാം, ഫറവോന് തൻ്റെ രണ്ടാമനായിട്ട് ജോസഫിനെ വെച്ചു. ജോസഫ് മിസ്രൈമിലുള്ളതായിരിക്കുന്ന എല്ലാ പ്രഭുക്കന്മാരെ ബന്ധിക്കുവാനും മിസ്രൈമിൻ്റെ ഭരണം നടത്തുവാനുള്ള അനുവാദം ദൈവം ജോസഫിന് ഫറവോനിൽ കൂടെ നൽകി. ഏറ്റവും സമൃദ്ധമായിരിക്കുന്ന ഗോശൻ ദേശത്ത് ദൈവം ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ഇതൊക്കെ ദൈവം ചെയ്യുന്നതാണ്. ആ ചെറിയ കടുകുമണി വളർന്ന് പന്തലിച്ച വലിയൊരു വൃക്ഷമായി തീരുന്നതായിരിക്കുന്ന കഥയാണ് ഇതിലൂടെ എല്ലാം നാം കാണുന്നത്. കർത്താവിൻ്റെ ഭൂമിയിലെ കടുകുമണി പോലെ വളർന്ന വലിയൊരു വൃക്ഷമായി അതിൻ്റെ കീഴിൽ അനേക പറവുകളും അന്നാശ്രയിക്കത്തക്കവണ്ണം തീർന്നതുപോലെ ജോസഫിൻ്റെ കീഴിൽ തണലിൽ അനേകരും ആശ്രയം കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം ഉപയോഗിച്ച അനേക വ്യക്തികളുടെയും ചരിത്രത്തിൽ ചെറിയ ആരംഭങ്ങളാണുള്ളതെന്ന് നമുക്കറിയാം. അതെ, ഒരു ആട്ടിടയനായി നടന്നതായിരിക്കുന്ന ദാവീദിനെ ഇസ്രായേലിൻ്റെ മഹാരാജാവാക്കിയത് അതുപോലെയുള്ളൊരു വലിയ സംഭവമാണ്. അതുപോലെ അടിമയായി പിടിച്ചുകൊണ്ട് പോയതായിരിക്കുന്ന ദാനിയേലിനെ ബാബിലോന്യ പേർഷ്യ സാമ്രാജ്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി ആക്കിയത് അതുപോലെയുള്ളൊരു സംഭവമാണ്. കഴുമരത്തിൽ തൂക്കിക്കൊല്ലുവാൻ പദ്ധതിയിട്ടതായിരിക്കുന്ന മൊർദെഖായിയെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഉയർത്തിയതും അങ്ങനെയുള്ളൊരു സംഭവമാണ്. എസ്തേറിനെ പേർഷ്യൻ സംസ്ഥാനത്ത് അഹശ്വേരോശ് രാജാവിൻ്റെ മഹാറാണിയായി ഉയർത്തിയതും ദൈവം ചെയ്തതായിരിക്കുന്ന ആ കടുകുമണി അത്ഭുതപരമായൊരു വൃക്ഷമായി മാറ്റിയതുപോലെയുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ ദൈവം എത്രയെത്ര അതിശയങ്ങളാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കടുകുമണിയെ വലുതാക്കി തീർക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് നമ്മളൊരു ചെറിയ കടുകുമണിയാണ് എന്ന് വിചാരിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ നാം ആശ്രയിക്കുകയും ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്താൽ ഈ കടുകുമണിയെ വലിയ വടവൃക്ഷമാക്കി മാറ്റുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ജോസഫിനെ മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയാക്കുവാൻ കഴിഞ്ഞവനും അതുപോലെ ദാനിയേലിനെ ബാബിലോന്യ പേർഷ്യ സാമ്രാജ്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി ആക്കുവാൻ മാറ്റിയവനും മൊർദെഖായിയെ അതുകൊണ്ട് തന്നെ പേർഷ്യൻ മഹാസാമ്രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയാക്കി മാറ്റുവാനും കഴിഞ്ഞവൻ. ദൈവത്തിന് ഇന്നും അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ആടിത്തീറ്റി നടന്നതായിരിക്കുന്ന ദാവീദിനെ ഇസ്രായേലിൻ്റെ ഒരു മഹാരാജാവാക്കി മാറ്റിയെന്നുള്ള ചെറിയ സംഗതിയല്ല. ഇതൊക്കെയും ദൈവം ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഞാനൊരു ചെറിയ കടുമണിയാണ്, എന്നെ ആർക്കും വേണ്ട, എന്നെക്കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് നാം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരായിട്ട് നാം തീരും. അത് നമുക്ക് വളരെ ദോഷം ചെയ്യും. അല്ലെങ്കിൽ ഞാൻ വലിയവനാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കും. അങ്ങനെ ആയാലും നമ്മെ ദൈവം ഉപയോഗിക്കുകയില്ല.
തന്നെ ഒന്നിനും കൊള്ളുകയില്ലെന്ന് പറഞ്ഞ് നാം നിരാശപ്പെട്ടിരുന്നാലും നമ്മെ ദൈവത്തിന് ഉപയോഗിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ കർത്താവെ, ഞാനൊരു വെറും കടുകുമണി മാത്രമാണ്. നിൻ്റെ പദ്ധതിയിലും നിൻ്റെ പരിപാടിയിലും നിൻ്റെ ഹിതത്തിലും എന്നെ ഏതെങ്കിലും നിലയിൽ ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ കടുകുമണികൾ വൃക്ഷങ്ങളായി വളരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ.